السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. മഹാനായ ഇബ്ൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വച്ച ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: അസ്ലുൽ ഇൽമി ഖശ്യത്തുല്ലാഹ് والخشية هي الخوف المبني على العلم والتعظيم ولهذا قال الله تعالى إنما يخشى الله من عباده العلماء. മഹാനായ ഇബ്ൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അസ്ലുൽ ഇൽമി, ഒരാളുടെ അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖശ്യത്തുല്ലാഹ്, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ മാനസികമായ അവസ്ഥ അത് അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ അയാൾക്കുണ്ടാകുന്ന ഒന്നാണ് അവനോടുള്ള ഭയം എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് ഈ ഭയം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. വൽ ഖശ്യത്തു ഹിയൽ ഖൗഫുൽ മബ്നിയു അലൽ ഇൽമി വത്തഅലീം. ഈ ഖശ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇൽമിലും അതുപോലെ തന്നെ ആദരവിലും എടുക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന്. ഒരു സംഗതിയെ നമ്മൾ ഭയപ്പെടുന്നത് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ യാതൊരു നിലക്കും ആദരിക്കാതെ ആയിരിക്കാം ചില സംഗതികളൊക്കെ നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷേ അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറയുന്നത് അവനെക്കുറിച്ച് അറിയുമ്പോഴേ അവനെക്കുറിച്ച് ഭയം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ജീവികളെയോ മറ്റു കാര്യങ്ങളെയൊക്കെ ഭയക്കുന്നുണ്ടാവും. അതൊന്നും അതിനോടുള്ള ആദരവ് കൊണ്ടുള്ള ഭയമായിരിക്കുകയില്ല, മറിച്ച് അതിനോട് അത് ഉപദ്രവിക്കുമെന്നോ മറ്റൊക്കെ ഉള്ള ഭയമായിരിക്കും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം എങ്ങനെയായിരിക്കണം? അവനോടുള്ള അങ്ങേയറ്റത്തെ ആദരവോടുകൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവനെ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാണ്, വലിഹാദാ ഖാല അല്ലാഹു തആല, ഇക്കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവർ അത് ഇൽമുള്ളവർ മാത്രമാകുന്നു എന്ന്. എങ്ങനെയാണ് ഇൽമുള്ളവർ മാത്രമാകുന്നു എന്ന് പറഞ്ഞത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയം കാണിക്കുക എന്നുള്ളത് അറിവിൻ്റെയും അതുപോലെ തന്നെ ആദരവിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് എടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല എങ്കിൽ അവനെ കുറിച്ച് ഭയപ്പെടാൻ സാധിക്കുകയില്ല. അവൻ കേട്ടറിഞ്ഞതിലും അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ഇതാക്കിയതിലും ഒക്കെ കേട്ടറിഞ്ഞതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുക. നേരെ മറിച്ചിട്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളും അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഹിക്മത്തുകളും ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ കേട്ടറിവിൻ്റെ പേരിൽ ഒരാൾ ഭയപ്പെടുന്നതും രണ്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ അവന് നൽകേണ്ടുന്ന ആദരവുകൾ നമ്മൾ നൽകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ഖശ്യത്താവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഖാസിം ബിൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം പ്രസിദ്ധിയും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയെല്ലാം ലഭിച്ചത് എന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അദ്ദേഹം ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കൽ സിറിയയിലേക്കുള്ള ഒരു യാത്രയിൽ അദ്ദേഹവും ഞങ്ങളും കൂടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ആ കയറിയ സന്ദർഭത്തിൽ രാത്രിയാണ്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ വിളക്ക് കെട്ടുപോയി. ആ വിളക്ക് കെട്ടുപോയപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളത് വന്ന് കത്തിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളെല്ലാം നനഞ്ഞ് കുതിർന്നതായിക്കൊണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹം കരഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളെല്ലാം കുതിർന്നതായിക്കൊണ്ട് കാണാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തത് കാരണത്താലും അതുപോലെ തന്നെ ഖിയാമത്തിൽ വരാനിരിക്കുന്ന രംഗങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് കാരണത്താലുമാണ് അദ്ദേഹത്തിന് ഇത്രയധികം കരയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഖശ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അദ്ദേഹത്തിന് നൽകുന്നത്. അത് തന്നെയാണ്
ജനങ്ങൾക്കിടയിലുള്ള പ്രസിദ്ധി ആർജിക്കാനും അതുപോലെ തന്നെ അദ്ദേഹം സ്വീകാര്യത ലഭിക്കാനും എല്ലാം കാരണമായി തീർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനെ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ യഥാർത്ഥത്തിൽ ഭയക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.